പുതിയ അപ്ഡേഷൻ പ്രകാരം ആധാർ കാർഡ് ഇല്ലാത്ത ഗുണഭോക്താക്കളായ പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങും അതേപോലെ തന്നെ 0 മുതൽ 6 മാസം വരെ പ്രായമുള്ള കുട്ടികളെ പോഷൻ ട്രാക്കറിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കൃത്യമായി അറിയുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഗർഭിണിയെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് ആധാർ കാർഡ് നിലവിൽ ഇല്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രകാരം ചെയ്യുന്നത്. ഓർക്കുക, ഇത്തരത്തിൽ ആധാർ കാർഡ് ഇല്ലാതെ മറ്റ് പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ ആദ്യത്തെ 3 മാസം വരെ അംഗൻവാടിയിൽ നിന്നും THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അവർക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ആ 3 മാസം അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ആധാർ രേഖകൾ തിരിച്ച് പോഷൻ ട്രാക്കറിനകത്തേക്ക് രജിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതാണ്. അതായത് 3 മാസത്തിന് ശേഷം ആധാർ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ അവർക്ക് പിന്നീടുള്ള മാസങ്ങളിൽ THR മുടങ്ങും എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. ഈ സാഹചര്യത്തിൽ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് അല്ലാതെ മറ്റ് ഐഡികൾ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് അറിയുക. ബെനിഫിഷ്യറി ടാബ് നമ്മൾ സാധാരണ പോലെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്നും ഈ പ്ലസ് ബട്ടൺ ഉണ്ടാവും, അത് നമ്മൾക്കറിയാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗുണഭോക്താവിനെയാണോ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ഇതിൽ നമുക്കറിയാം പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങും 0 മുതൽ 6 മാസം വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ഇളവുള്ളൂ. ആ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഉദാഹരണം പ്രഗ്നൻ്റാണ് ചേർക്കാൻ പോകുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു കൺസെൻറ്റ് ഫോം വരും. കൃത്യമായി വായിക്കുക. ഇവിടെ അംഗൻവാടി വർക്കർക്ക് അവരുടെ ഗുണഭോക്താവിൻ്റെ ആധാർ പ്രകാരം അല്ലെങ്കിൽ മറ്റ് പ്രൂഫുകൾ സഹിതം ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന എല്ലാം വായിച്ച് അണ്ടർസ്റ്റുഡ് എന്ന് കാണുന്ന ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയം തന്നെ അവിടെ സാധാരണ പോലെ ആധാർ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും ചോദിക്കും. നമുക്കറിയാം, ഈ ഗുണഭോക്താവിന് ആധാർ കാർഡില്ല. പകരം പുതുതായി വന്നിട്ടുള്ള ഈ ലിങ്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ആപ്ലിക്കൻറ്റ് ഡസ് നോട്ട് ഹാവ് ആധാർ നമ്പർ എന്ന് കാണുന്ന ഈ ഓപ്ഷൻ, അതായത് ആധാർ ഇല്ലാത്ത ഗുണഭോക്താവാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ ലിങ്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് വരും. ഇവിടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് കാണുന്ന ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് ആദ്യം മൊബൈൽ നമ്പർ നിങ്ങൾ കൃത്യമായി അവിടെ എൻ്റർ ചെയ്യണം. അത് ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. എൻട്രി വരുത്തിയതിന് ശേഷം നിർബന്ധമായിട്ട് ഓർക്കുക, ഇതിൽ SMS പ്ലാൻ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഒരു OTP വരികയുള്ളൂ. ആ OTP കൃത്യമായി നിങ്ങൾ വെരിഫൈ ചെയ്യാനും ഉപയോഗപ്പെടുത്തണം. ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. അടുത്തത് ആധാർ എൻറോൾമെൻറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഗർഭിണിക്ക് ആധാർ എടുക്കുന്നതിന് വേണ്ടി അക്ഷയ സമീപിച്ചിട്ടുണ്ടാവും. ആ സമയം തന്നെ അവരൊരു എൻറോൾമെൻറ്റ് ലിസ്റ്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും. ആ എൻറോൾമെൻറ്റ് സ്ലിപ്പിനകത്ത് എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും. അത് കയ്യിൽ കിട്ടിയാൽ നിർബന്ധമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. അതില്ലെങ്കിലും നമ്മൾക്ക് കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുശേഷം അപ്ലോഡ് എൻറോൾമെൻറ്റ് റെസിപ്റ്റ് എന്ന് കാണുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈ എൻറോൾമെൻറ്റ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഗുണഭോക്താവിനുണ്ടെങ്കിൽ അതിപ്രകാരം അപ്ലോഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അതെല്ലാം രേഖപ്പെടുത്താൻ സാധിക്കും. അതിനു മുന്നേ എൻറോൾമെൻറ്റ് നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള അപ്ലോഡിങ് സാധ്യമാവുകയുള്ളൂ. ഇത് നിർബന്ധമാക്കിയിട്ടുമില്ല. അതുകൊണ്ട് എൻറോൾമെൻറ്റ് ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ചുവന്ന നിറത്തിലൊരു സ്റ്റാർ ബട്ടൺ കാണും. അതെല്ലാം തന്നെ മാൻഡേറ്ററിയാണ്, അതായത് നിർബന്ധമാണ്. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് കാണുന്ന ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ഐഡൻറ്റിറ്റി പ്രൂഫുകളും ഇപ്പോൾ ഉപയോഗപ്പെടുത്തി ഗുണഭോക്താവിനെ നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ബാങ്ക് പാസ്ബുക്ക് കോപ്പിയുണ്ട്, പാൻ കാർഡിൻ്റെ കോപ്പിയുണ്ട്, പാസ്പോർട്ട് കോപ്പിയുണ്ട്, റേഷൻ കാർഡ്, വോട്ടർ ID, തൊഴിലുറപ്പ് കാർഡ്, അതേപോലെ കിസാൻ ഫോട്ടോ പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് ഗസ്റ്റഡ് ഓഫീസറോ തഹസീൽദാറോ വില്ലേജർ ഓഫീസറോ സാക്ഷ്യപ്പെടുത്തുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേതാണോ എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുക. നമ്മളിവിടെ വോട്ടർ ID എന്നുള്ളത് കാണുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഗുണഭോക്താവിൻ്റെ വോട്ടർ ID സെലക്ട് ചെയ്തതിന് ശേഷം പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നമ്പർ ചോദിക്കുന്നുണ്ട്. അത് വോട്ടർ ID കാണുന്ന അതേ നമ്പർ തന്നെ നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ID നമ്മൾ രേഖപ്പെടുത്തിയതിന് ശേഷം തൊട്ട് താഴെ അപ്ലോഡ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ശ്രദ്ധിക്കുക. അവിടെയും സ്റ്റാർ മാർക്ക് ഉണ്ട്. നിർബന്ധമായിട്ടും ഈ കോളം കൂടെ ഫില്ല് ചെയ്താലേ പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ തെളിഞ്ഞു വരികയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഈ അപ്ലോഡ് എന്ന് കാണുന്ന ഈ സിമ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൂഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ, ഇത്തരത്തിലൊരു ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ .jpg ആണോ PDF ആണോ ഏതാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് അത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും.
അതിന് നേരെ തന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ കാണും. നിങ്ങൾക്ക് ഈ പ്രൂഫ് കൃത്യമല്ല, തെറ്റായിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ ഈ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അല്ല ഇത് തന്നെയാണ് കറക്റ്റെങ്കിൽ പ്രൊസീഡ് എന്ന് കാണുന്ന താഴത്തെ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതായത് ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ആ നമ്പറിലോട്ടാണ് ആ ഒരു OTP പോവുക. വെയിറ്റ് ചെയ്യുക. ഇത്തരത്തിൽ റിക്വസ്റ്റ് OTP വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ റിക്വസ്റ്റ് OTP എന്ന് കാണുന്ന സന്ദേശം കാണും. ആ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയം തന്നെ നിങ്ങളെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ മൊബൈലിലേക്ക് OTP വരും. ആ OTP സ്വീകരിച്ച് ഈ കാണുന്ന കോളത്തിൽ നിങ്ങൾ തെറ്റുകൂടാതെ എൻട്രി വരുത്തണം. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന വെരിഫൈ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും വരിക. ഈ ഭാഗത്ത് കൃത്യമായി ഗുണഭോക്താവിൻ്റെ പേര് എൻ്റർ ചെയ്യുക. ജെൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അതിൽ മാറ്റാനൊന്നുമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഗുണഭോക്താവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക. അതിനുശേഷം പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് കാണും. നമ്മൾ അത് ഓൾറെഡി കൊടുത്തതാണ്. ഐഡൻറ്റിറ്റി നമ്പർ കൊടുത്തതാണ്. അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തു. ഇനി ഭർത്താവിൻ്റെ പേര് നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുക്കാം. കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. SC ST ആണോ അതേഴ്സ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തു. റെസിഡൻറ്റ് ടൈപ്പ് നിർബന്ധമുള്ളതാണ്. ടെമ്പററി ആണോ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ കൊടുത്തു. അതിനുശേഷം LMP നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് കൃത്യമായി തന്നെ നമ്മൾ അത് രേഖപ്പെടുത്തി അത് കൊടുത്തു. അതിനുശേഷം വീണ്ടും വരുന്ന ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രസവമാണോ എന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അല്ല എന്നാണെങ്കിൽ നോ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് മുൻപ് എപ്പോഴെങ്കിലും മിസ്കാരേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഡീറ്റെയിൽസ് വരും. അവിടെ ANC വിവരങ്ങളാണ് അവിടെ കാണുക. ഇതും നിർബന്ധമല്ല. നിങ്ങൾക്ക് ANC വിവരങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതെല്ലാം തന്നെ രേഖപ്പെടുത്തുക. ഒരു തവണ ANC വിവരങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഹൈറ്റും വെയ്റ്റും കൃത്യമായി നിങ്ങൾ കൊടുക്കേണ്ടി വരും. സെൻറ്റിമീറ്ററിലാണ് കൊടുക്കേണ്ടത്. അറിഞ്ഞില്ല ANC വിവരങ്ങളൊന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കലണ്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഹൈറ്റും വെയ്റ്റും രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അതേപോലെ ഹീമോഗ്ലോബിൻ്റെ അളവും രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇതെല്ലാം കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ എന്ന് കാണുന്ന ഈ നീല കളറുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി എന്നുള്ള സന്ദേശങ്ങൾ കാണും. പ്രഗ്നൻറ്റ് വുമൺ പേരും കാണും. എളുപ്പത്തിൽ തന്നെ ഗുണഭോക്താവിനെ ആധാർ ഇല്ലാതെ വോട്ടേഴ്സ് ID മറ്റ് ID ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ പേജിലോട്ടാണ് എത്തുക. ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു പുതിയൊരു ഐക്കൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പുതുതായി വന്നുള്ള ഐക്കണാണ്. വെരിഫിക്കേഷൻ ബൈ സൂപ്പർവൈസർ. ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ വിവരങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്ന് കിടക്കും. അതായത് നിങ്ങൾ ആധാർ ഇല്ലാതെ മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കളിൽ നിങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറുടെ ഒരു അപ്രൂവൽ കൂടെ വേണ്ടി വരും. അങ്ങനെ സൂപ്പർവൈസർ അപ്രൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെ ഒരു ID നേരത്തെ പറഞ്ഞ പ്രകാരം ഈ IDകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയം IDയിൽ കൃത്യമായി തെറ്റ് വരാത്ത രീതിയിലുള്ള ID നമ്പർ രേഖപ്പെടുത്തണം. അതിനുശേഷം അതേ ഡോക്യുമെൻ്റ് തന്നെ നിങ്ങൾ 2 MB കൂടാതെയുള്ള ഡോക്യുമെൻറ്റും കൂടെ അപ്ലോഡ് ചെയ്യണം. അത് സൂപ്പർവൈസറുടെ ലോഗിനിൽ കയറി സൂപ്പർവൈസർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഈ ഭാഗത്ത് നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കടന്നു വരികയുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ പെൻഡിങ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ പുറകിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കുക. റീഫ്രഷ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പെൻഡിങ് ലിസ്റ്റിൽ ആ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് പെൻഡിങ് ലിസ്റ്റിൽ തന്നെ ടീച്ചറുടെ ഡീറ്റെയിൽസ് ഗുണഭോക്താവിൻ്റെ ഇപ്പോൾ രേഖപ്പെടുത്തിയ വിവരങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാലും ടീച്ചർ ഒന്ന് ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ഭാഗത്ത് ഒന്ന് സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞ് നിലവിൽ നിങ്ങളിപ്പോൾ
ID പ്രൂഫ് ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താവിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഡേറ്റ് കാണാം, ആ ഗുണഭോക്താവിൻ്റെ കാറ്റഗറി ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. ഇവിടെ പെൻഡിങ് എന്ന് കാണുന്ന ഭാഗത്താണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും സൂപ്പർവൈസറുടെ ലോഗിനിലേക്ക് പോയിട്ടുണ്ട്. ഇനി സൂപ്പർവൈസർ അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതെല്ലാം നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നു വരിക. അങ്ങനെ വെരിഫൈ ചെയ്യുന്ന സമയം നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ID ഡോക്യുമെൻറ്റും അതിലെ നമ്പറും എല്ലാം തന്നെ കൃത്യമായിരിക്കണം. ഇതിൽ വല്ല മിസ്മാച്ച് ഉണ്ടെങ്കിൽ സൂപ്പർവൈസർ റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടീച്ചർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എല്ലാം തന്നെ കറക്റ്റായി അതിൻ്റെ ഡോക്യുമെൻ്റ് IDയും ഡോക്യുമെൻ്റ് എല്ലാം ക്ലാരിറ്റി ഉള്ള രീതിയിലുള്ള ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വിടുക. അത്തരത്തിൽ എല്ലാം തെറ്റായി പോയി മിസ്മാച്ച് ആണ് കാണുന്നതെങ്കിൽ ഇവിടെ റിജക്റ്റഡ് എന്ന് കാണുന്ന ബട്ടൺ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് സൂപ്പർവൈസറുടെ ഭാഗത്ത് നിന്ന് റിജക്ഷനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അത് സൂപ്പർവൈസറാണ് അത് വെരിഫൈ ചെയ്യുക. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, ടാമ്പേർഡ് ഓർ ആൾട്ടേഡ് ഡോക്യുമെൻറ്റ്, ടീച്ചർ അത് കൃത്യമല്ലാത്ത രീതിയിലുള്ള ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സൂപ്പർവൈസർ റിമാർക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പെൻഡിംഗ് ആണ് വന്നിട്ടുള്ളത്. ഈ പെൻഡിംഗ് ലിസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുന്നതിന് ടീച്ചർ സൂപ്പർവൈസർ അപ്രൂവൽ കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് പഴയ പോലെ നിങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ പ്രഗ്നൻ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഗുണഭോക്താവിനെ കാണാൻ സാധിക്കും. ഓർക്കുക, ഇവരുടെ FRCയും EKYCയും പൂർത്തിയാക്കാൻ കഴിയില്ല ആധാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ. ആയതുകൊണ്ട് 3 മാസം വരെ ഇവർക്ക് പ്രഗ്നൻറ്റിനും ലാക്ടേറ്റും മദേഴ്സിനും 0 മുതൽ 6 മാസം വരെയുള്ള കുട്ടിക്ക് മാത്രമാണ് ഇളവുള്ളത്. അതായത് പുതിയ രജിസ്ട്രേഷനുകൾ ചെയ്യുമ്പോൾ ആധാറിന് പകരം മറ്റ് ID കാർഡ് ഉപയോഗപ്പെടുത്തി ഇവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞവർക്ക് 3 മാസം വരെ EKYC FRC ഇല്ലാതെ പൊടി കൊടുക്കാൻ സാധിക്കും. എന്നാൽ 3 മാസത്തിനകം തന്നെ ഇവരെ കൃത്യമായി ആധാറിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് രജിസ്ട്രേഷൻ ഉറപ്പാക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ ഇവർക്ക് THR ഉൾപ്പെടെയുള്ള സേവനങ്ങളൊന്നും തന്നെ കിട്ടാത്ത സാഹചര്യം വരും. ഈ 3 മാസം ഇളവ് കൊടുത്തിട്ടുള്ളത് അവർക്ക് ആധാറിലെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനുള്ള താമസം, ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള താമസം, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി തന്നിട്ടുള്ള ഇളവാണ്. പരമാവധി ഇളവുകൾ പ്രയോജനപ്പെടുത്തി ആ 3 മാസത്തിനകം തന്നെ ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി നിങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആധാറിന് പകരം മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യുക. താങ്ക്